കേജ്രിവാൾ തോറ്റു എന്നറിഞ്ഞ നിമിഷം ഡൽഹി സർക്കാരിലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സർക്കുലർ ഇറക്കി. ഡൽഹി സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു കടലാസോ പെൻഡ്രൈവോ CD-യോ ലാപ്ടോപ്പോ ഒന്നും ആരും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. ഫോർത്ത് വിത്ത് ഇമ്മീഡിയറ്റ്ലി. എന്താ അങ്ങനെ ചെയ്യാൻ കാര്യം? അതിന് മാത്രം കുഴപ്പം പിടിച്ച കടലാസുകളും ലാപ്ടോപ്പും ഒക്കെയാണ് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നത്. ഇനി അതിൽ നിന്നൊക്കെ എന്തിറങ്ങി വരുമെന്ന് കണ്ടറിയണം. കേജ്രിവാളാണെങ്കിൽ ജാമ്യത്തിലാണ് എന്നുള്ളത് അങ്ങേരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പോഴും ഹീസ് ഇൻ ബെയിൽ. മുഖ്യമന്ത്രിയായിട്ട് മന്ത്രിസഭാ യോഗം വിളിക്കാൻ പറ്റില്ല, ഒരു ഫയൽ നോക്കാൻ പറ്റില്ല, ഒരു ഒപ്പിടാൻ പറ്റില്ല. ഈ കണ്ടീഷനിലാണ് സുപ്രീം കോടതി ഇദ്ദേഹത്തെ പുറത്തിറക്കിയിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഈ സർക്കസ്. ഇങ്ങേര് ജയിച്ചു എന്ന് വയ്ക്കുക, അപ്പോഴും ഇങ്ങേര് മുഖ്യമന്ത്രിയായിട്ട് കാര്യമൊന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങർക്ക്. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു വലിയ ഇംപ്രഷൻ രാജ്യത്തുണ്ടാക്കി ഞാൻ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. അതാണ് അങ്ങേരുടെ സാമർത്ഥ്യം. പക്ഷേ ഇപ്പോൾ ഈ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം അവർ കൺഫ്യൂഷനിലാണ്. ഡീപ്പ് സ്റ്റേറ്റ് നിന്ന് പോയിട്ടൊന്നുമില്ല, നിൽക്കുകയുമില്ല. ട്രംപ് വന്നു എന്ന് വിചാരിച്ചിട്ട് ഡീപ്പ് സ്റ്റേറ്റിനെ മുഴുവനെങ്കിൽ ഇല്ലാതാക്കുകയൊന്നുമില്ല. ട്രംപിൻ്റെ ആവശ്യത്തിന് ഡീപ്പ് സ്റ്റേറ്റിനെ ഉപയോഗിക്കും. അപ്പോൾ അതിൽ ഭാരതം എവിടെ വരും എന്നൊക്കെയുള്ളത് കണ്ടു തന്നെ അറിയണം. ഏതായാലും തൽക്കാലം ഡീപ്പ് സ്റ്റേറ്റിനൊരു തിരിച്ചടി ഉണ്ടായി ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് കാര്യമായിട്ട് അവർക്ക് ഇടപെടാൻ പറ്റിയില്ല. ബിക്കോസ് മൂപ്പരുടെ സപ്പോർട്ടില്ല, അവിടെ നിന്നുള്ള സപ്പോർട്ടില്ല. അപ്പോൾ ഇവിടെ ഈ വയർ, പ്രിൻറ്റ്, ഇവർ ഒരുപാട് യൂട്യൂബേഴ്സ് ഇവരെല്ലാം കേജ്രിവാളിനെ സഹായിച്ചുകൊണ്ടിരുന്നവരൊക്കെ മൗനത്തിലായി. അല്ലെങ്കിൽ കേജ്രിവാൾ ഈ യമുനയിൽ വിഷം കലക്കി എന്നൊക്കെ പറഞ്ഞില്ലേ, അത് രാജ്യം ആളിക്കത്തിക്കുന്ന പ്രശ്നമാക്കി അവർ മാറ്റിയെന്നെ. യമുനയിലെ വെള്ളം കുടിക്കരുതെന്ന് പറയും, ഡൽഹിയിൽ വേറെ ഏതെങ്കിലും നദിയിൽ നിന്ന് ടാങ്കറിൽ വെള്ളം സപ്ലൈ ചെയ്യാൻ പറയും, സുപ്രീം കോടതിയിൽ പെറ്റീഷൻ പോകും, സുപ്രീം കോടതി പറയും യമുന വാട്ടർ ഉപയോഗിക്കരുത്, നിങ്ങൾ വേറെ നദിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ കൊടുക്കണം ഇവർക്ക് വെള്ളം എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതി ഓർഡർ പാസ്സാക്കും. ഓർക്കണില്ലേ, നമ്മൾ ഈ കൊറോണയുടെ കാലത്ത് ഇല്ലാത്ത ഓക്സിജൻ ഷോർട്ടേജ് ഡൽഹിയിൽ ഉണ്ടാക്കിയിട്ട് എന്തെല്ലാം ബഹളം കേരളത്തിൽ പോലും നടന്നത് ഡൽഹിയിലെ ഓക്സിജനെ ചൊല്ലി. ആകെ 300 ടൺ ഓക്സിജൻ വേണ്ട സ്ഥലത്ത് 1000 ചില്ലാനും ടൺ വേണമെന്ന് പറഞ്ഞിട്ട് ഷോർട്ടേജ് ആണെന്ന് പറഞ്ഞ് ഓക്സിജൻ ലോറിയിൽ കൊണ്ടുവന്ന് നിർത്തി. സകല ഹോസ്പിറ്റലിലും ഓക്സിജൻ സിലിണ്ടേഴ്സ് ഫുള്ളാണ്. ബട്ട് സ്റ്റിൽ സുപ്രീം കോടതി ഓർഡർ ഇട്ടു, ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക്, ഐ റിമെമ്പർ, ബിഫോർ 3 o'clock ഇൻ ദ ആഫ്റ്റർനൂൺ വി നീഡ് 1000 tons. ഒടുവിൽ സുപ്രീം കോടതി തന്നെ കമ്മിറ്റിയെ വെച്ച് ഇത് അന്വേഷിക്കാം. കമ്മിറ്റി വന്നിട്ട് പറഞ്ഞു 302 ടൺ മതി. അത് ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ ആ ബഹളം എത്ര സക്സസ്ഫുള്ളായിട്ട് മോദിക്കെതിരെ തിരിക്കാൻ കേരളത്തിൽ വലിയ ഇഷ്യൂ ആയിരുന്നു. ഇടതുപക്ഷക്കാരൊക്കെ എടുത്തിട്ട് അയ്യോ ഡൽഹിയിൽ ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം. ഓരോരുത്തർ ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി ഓടുന്നു. ഇങ്ങനെ ഇത് സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവനാണ് കേജ്രിവാൾ. എല്ലാം ഉള്ളപ്പോൾ പോലും ഒന്നുമില്ല എന്ന് വരുത്താനും, ഒന്നുമില്ലെങ്കിൽ പോലും എല്ലാം ഉണ്ടെന്ന് വരുത്താനും ഒക്കെയുള്ള സാമർഥ്യം അയാൾക്കുണ്ട്. അയാൾ വീണ് കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ നോക്കും. പഞ്ചാബിൽ 30 MLA-മാർ ആപ്പിൽ നിന്ന് പുറത്തു ചാടാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. അതിൻ്റെ എന്തോ ചർച്ചയൊക്കെ നടക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ. അത് ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എങ്ങനെ ആയിരിക്കും അറിയില്ല.